ശക്തി പ്രാപിച്ചു വരുന്ന ഫേങ്കാൽ ചുഴലിക്കാറ്റ് വൈകിട്ടോടെ തീരം തൊടും. കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ പോണ്ടിച്ചേരിക്ക് സമീപത്തായാണ് ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിക്കുക. മുൻകരുതലിന്റെ ഭാഗമായി തിരുവള്ളൂരും നാഗപട്ടണത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മുൻകരുതലിന്റെ ഭാഗമായി ചെന്നൈ വിമാനത്താവളം അടച്ചു. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂർ ചേരുന്നുണ്ട്. മഹേഷ്, എപ്പോഴത്തേക്കായിരിക്കും കാറ്റ് തീരം തൊടുക? അതോടൊപ്പം തന്നെ എന്തൊക്കെ മുൻകരുതലുകളാണ് തമിഴ്നാട് സർക്കാർ നൽകിയിരിക്കുന്നത്? മുന്നൊരുക്കങ്ങളിലെ വിശദാംശങ്ങൾ. സ്നേഹ, രാത്രിയോടെ ചുഴലിക്കാറ്റ് തീരം തൊടും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഇപ്പോൾ ചെന്നൈ നഗരത്തിന് 100 കിലോമീറ്റർ അകലെയായാണ് ഇപ്പോൾ ചുഴലിക്കാറ്റുള്ളത്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഇപ്പോൾ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തീരം തൊടുമ്പോൾ 90 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാം എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മഹാബലിപുരത്തായിരിക്കും കാറ്റ് തീരം തൊടുക. രാത്രിയോടെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കനത്ത മഴ തുടരുകയാണ്. അല്പസമയം മുൻപ് കുറച്ചു നേരം മാത്രമാണ് മഴയ്ക്ക് ശമനം ഉണ്ടായിരുന്നത്. പക്ഷേ നുങ്കപട്ടണം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. നഗരത്തിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ അവിടെയൊക്കെ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമൊക്കെ അവിടെ നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെ വിജയം കണ്ടിട്ടില്ല. ഇപ്പോഴും ആ പ്രദേശത്ത് ഒരുപക്ഷെ ചുഴലിക്കാറ്റ് എത്തുന്നതിന് മുൻപ് തന്നെ രക്ഷാദൗത്യം തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. ഈ സാറ്റലൈറ്റ് ചിത്രം നമുക്ക് കുറെ കൂടി വ്യക്തമായി നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കൂ, ചെന്നൈ നഗരത്തിനടുത്തേക്ക്, ചെന്നൈയോട് ചേർന്ന് ഏതാണ്ട് ഒരു 100 കിലോമീറ്റർ അകലത്തിലാണ് ഇപ്പോൾ ഈ ചുഴലിക്കാറ്റിന്റെ സഞ്ചാര പാതയുള്ളത്. ഇന്ന് രാത്രിയോടെ ചെന്നൈ തീരത്തേക്ക് പൂർണ്ണമായും ചെന്നൈയോട് അടുത്ത് മഹാബലിപുരത്തേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ 90 കിലോമീറ്റർ വേഗത്തിലായിരിക്കും തീരം തൊടുക. ഒരുപക്ഷെ കാറ്റിന്റെ വേഗതയേക്കാൾ തമിഴ്നാട് ഭയക്കുന്നത് അവിടെയുള്ള തീരമേഖലകളിൽ കനത്തു പെയ്യാൻ പോകുന്ന മഴയെ തന്നെയാണ്. നമുക്കറിയാം, ചെന്നൈ നഗരത്തിൽ ഇതിനോടകം തന്നെ പല സമയത്തും ഒരല്പനേരം മഴ പെയ്താൽ പോലും വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര തീവ്രമായൊരു ന്യൂനമർദ്ദം നിൽക്കുന്ന സാഹചര്യത്തിൽ മഴ മണിക്കൂറുകളോളം പെയ്താൽ അതെങ്ങനെ ബാധിക്കുമെന്നുള്ളൊരു ആശങ്കയുണ്ട് മൊത്തത്തിൽ അവിടെയുണ്ട്. ചെന്നൈ വിമാനത്താവളം 7 മണി വരെ അടച്ചിട്ടുണ്ട്. ചെന്നൈ നഗരത്തിലെ സബ്വേകൾ പൂർണ്ണമായും ഇപ്പോൾ അടച്ചു പൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ സബർബൻ ട്രെയിനുകളുടെ സർവീസുകളും നിർത്തിവെച്ചിട്ടുണ്ട്. ചെന്നൈ നഗരത്തിൽ ആളുകൾക്ക് പല സ്ഥലത്ത് ഈ മഹാബലിപുരം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക്, ചെന്നൈയോട് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ആളുകൾക്ക് സഞ്ചാരം വിലക്കിയിട്ടുണ്ട്. അതായത് തീരം തൊടുന്ന ആ സമയത്തൊന്നും ആളുകളെ അങ്ങോട്ട് അടുപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആന്ധ്രയുടെ മേഖലകളിലും പ്രത്യേകിച്ച് പുതുച്ചേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം നൽകിയിട്ടുണ്ട്. 12 ലക്ഷം ആളുകൾക്ക് SMS അയച്ച് ഇതിനോടകം തന്നെ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുന്നൊരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്ങനെ തീരം തൊടും, തീരം തൊട്ടാൽ എത്രമാത്രം വലിയ മഴയുണ്ടാകും എന്നുള്ളതാണ് ഒരു ആശങ്ക. സ്നേഹ. ശരി, മഹേഷ് പോലൂരാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.